ഒരു മക്ലൂബ റെസിപ്പി ആയാലോ? ആദ്യം തന്നെ അരി നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യാം. അതിന് ഓയിൽ ഒഴിക്കുക. ഓയിലിലോട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള ജീരകം, പട്ട, കറാമ്പൂ, ഏലം അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് തിക്കായിട്ട് അരിഞ്ഞ് ഉള്ളിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിട്ടിട്ടൊന്ന് വേണം അത് ഇളക്കി കൊടുക്കാൻ, എന്നാലൊന്ന് പെട്ടെന്ന് മൂത്തിട്ടും. അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോൻ്റെ പ്യൂരിയാണ്. എന്നിട്ട് അതിലേക്ക് ചില്ലി, നീളത്തിൽ കീറിയത് ചില്ലി ആഡ് ചെയ്യും. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള അറബിക് മസാലയാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇട്ട് തരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ളത് കൊണ്ട് ഇനി അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ റെസിപ്പി തരാം. പിന്നെ ഈ മസാലയിലോട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് എടുക്കണം. നല്ലോണം മൂത്ത് വരണം കേട്ടോ. അങ്ങനെ ഏകദേശം അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ വലുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നല്ലോണം ഇളക്കി മസാല എല്ലാ ചിക്കനിലോട്ടും എത്തുന്ന രീതിക്ക് നല്ലോണം സ്റ്റിർ ചെയ്തുകൊണ്ട് വെക്കണം. അങ്ങനെ ഏകദേശം എല്ലാ ചിക്കനിലോട്ടും മസാല ആയതിനു ശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിലും വെള്ളം വരുമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇത് സ്റ്റോക്കിന്, ബാക്കിയുള്ള വെള്ളം നമുക്ക് സ്റ്റോക്കിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിൽ നമുക്ക് മക്ലൂബ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോ, ബ്രിഞ്ചാൾ, ഒനിയനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഒന്ന് കുറച്ച് ഓയിലിൽ അത് ഫ്രൈ ചെയ്ത് എടുക്കുക. അത് ഏകദേശം ഒരു ഔട്ടർ ലെയർ ക്രിസ്പ് ആവുന്ന രീതിയിൽ വേണം ഈ പൊട്ടാറ്റോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ബ്രിഞ്ചാളും ഇതേ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബ്രിഞ്ചാൾ ഏകദേശം ഈ ബ്രൗൺ കളറാകുമ്പോൾ ഉള്ളധികം വേവാതെ പുറമൊന്ന് ക്രിസ്പ് ആവാൻ, അപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. എന്നിട്ട് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, അതിന് ചിക്കൻ മാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണയിലൊന്ന് ജസ്റ്റ് പൊരിച്ചിട്ട് എടുക്കണം. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നേരത്തെ നമ്മൾ എല്ലാം പൊട്ടാറ്റോ, ഒനിയൻ, ബ്രിഞ്ചാൾ പൊരിച്ച് വരുമ്പോഴേക്കും എണ്ണൻ്റെ ഇത് എമൗണ്ട് കുറയും കേട്ടോ. ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം. നമുക്ക് മക്ലൂബക്കുള്ള പാത്രം സെറ്റ് ചെയ്യണം. അപ്പം മക്ലൂബ ഫ്ലിപ്പ് ചെയ്യേണ്ടതുകൊണ്ട് എഡ്ജിൽ വേറെ പിടുത്തോ അങ്ങനെ ഇല്ലാത്തൊരു പാത്രമാണ് ഞാൻ നോക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴത്തെ ലെയറിൽ ഞാൻ പൊട്ടാറ്റോവും അതിൻ്റെ മുകളിൽ ബ്രിഞ്ചാൾ, പിന്നെ ഒനിയൻ, അത് കഴിഞ്ഞിട്ട് ചിക്കൻ എന്നുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സമയത്താണ് നമ്മളിതിലോട്ട് റൈസ് ആഡ് ചെയ്യണത്. ഇത് ഞാൻ ആഡ് ചെയ്യണ നേരത്തെ കഴുകി കുതിർത്ത് വെച്ച അരിയില്ലേ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേവിക്കാത്ത അരിയാണ് കേട്ടോ. ഇനി ഈ അരിയിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ സ്റ്റോക്കത്തെ വെള്ളം ഉണ്ടല്ലോ, അതങ്ങനെ ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രം വെച്ച്, നമ്മൾ സെർവ് ചെയ്യാൻ പോണ പാത്രം വെച്ചിട്ട് ഇത് കമത്തി എടുക്കണം കേട്ടോ. അതായത് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. ഇവിടെയാണ് നല്ല അടാറായിട്ട് ഈ സംഭവം നമുക്ക് പാളിപ്പോയിട്ടുള്ളത്. കാരണം ഇതിലുള്ള നേരത്തെ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ വെച്ചില്ലേ, അത് ഇതിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ സ്റ്റിക്കായിപ്പോയി. പക്ഷെ ഞാനത് തട്ടിക്കൊട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലിപ്പായിട്ടില്ലെങ്കിലും അത് നേരെ വീണിട്ടില്ലെങ്കിലും സാധനം നല്ല അടിപൊളിയായിരുന്നു. ഈ പൊട്ടാറ്റോയും ബ്രിഞ്ചാളും ഒക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ റെസിപ്പി എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.